ഗോപി ശരിക്കും ഇന്ന് ഈ അപരന്മാരുടെ സാന്നിധ്യം എന്നും ഒരു രസകരമായ കാര്യമാണ്. അപരത്തി എന്ന് പറയുന്നതിനേക്കാളും നല്ലത് അപരയാണ് നമ്മുടെ അപര അല്ലേ, അപരയും അപരനും. അപ്പൊ എന്തായാലും ഗുണമൊന്നു തന്നെയാണല്ലോ. ഈ അപരന്മാർ വിചാരിച്ചാൽ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളുടെ വഴിമുടക്കിയ കഥയുണ്ട്. വി എം സുധീരൻ നേരത്തെ ആലപ്പുഴയിൽ, അങ്ങനെയാണെങ്കിൽ ബി ദിലീപ് കുമാറിന്റെ കഥ പറയുമ്പോൾ ഈ കഥ നടക്കുന്നത് എവിടെയാ? കഥ നടക്കുന്നത് അങ്ങ് ആലപ്പുഴയിൽ വി എം സുധീരൻ അന്ന് പരാജയപ്പെട്ടത് 1009 വോട്ടിനാണ്. അന്ന് വി എസ് സുധീരൻ എന്ന് പറഞ്ഞ് ഒരിടത്തും പ്രചരണത്തിനിറങ്ങാതെ ബാലറ്റ് പേപ്പറിൽ മാത്രം അതിൽ മാത്രം പേരുണ്ടായിരുന്ന വി എസ് സുധീരൻ പിടിച്ചത് ഏതാണ്ട് 8500-ലധികം വോട്ടാണ്. വി എം സുധീരൻ 1000-ൽ പരം വോട്ടിന് തോക്കാൻ കാരണക്കാരൻ മുഖ്യ പങ്ക് വഹിച്ചത് ഈ വി എസ് സുധീരനാണ്. പിന്നെ നമ്മൾ ഈ മഞ്ചേശ്വരം ഉണ്ടല്ലോ, മഞ്ചേശ്വരത്തേക്കൊന്ന് പോവാം. കാസർഗോഡ് അവിടെ കഥ പറയുമ്പോൾ കെ സുരേന്ദ്രനായിരുന്നു 2016-ൽ സ്ഥാനാർത്ഥി. 89 വോട്ടിനാണ് കെ സുരേന്ദ്രൻ തോറ്റത്. ഒരു കെ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു സ്വതന്ത്രനായിട്ട്. പുള്ളി 450 വോട്ട് പിടിച്ചു. അപ്പൊ അങ്ങനെ ഈ അപരന്മാർ ചിലർക്ക് പണി കൊടുത്ത കഥയുമുണ്ട്. അപ്പൊ പേരാവൂരില് കഥ പറയേണ്ടി വരാതിരിക്കട്ടെ എന്ന് നമുക്ക് മഞ്ചേശ്വരത്ത് ഇത്തവണ AK മഷറഫ മത്സരിക്കുന്നത്. SDP എന്നൊരു സ്ഥാനാർത്ഥിയുണ്ട്. SDP എന്നൊരു സംഘടന, അവരുടെ സംസ്ഥാപന ലക്ഷ്യം തന്നെ RSS വിരുദ്ധം, ഫാസിസ്റ്റ് വിരുദ്ധം എന്നൊക്കെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അവിടെ കെ സുരേന്ദ്രൻ പരാജയപ്പെടുന്നത് 1000-ൽ താഴെ വോട്ടുകൾക്ക് മാത്രം പരാജയപ്പെടുന്നത്. അതിനു മുമ്പ് 2 അക്കത്തിൽ പരാജയപ്പെട്ടു കെ സുരേന്ദ്രൻ. ഇവിടെ SDP സ്ഥാനാർത്ഥിയുടെ പേരെന്ന് പറയുന്നത് KM അഷ്റഫ്. ആ സ്ഥാനാർത്ഥിയുടെ പേര് അഷ്റഫ് ബേഡജ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ എല്ലാ പോസ്റ്ററുകളിലും അദ്ദേഹം അറിയപ്പെടുന്ന അഷ്റഫ് ബേഡജ എന്നുള്ളത്. പക്ഷേ നാമനിർദ്ദേശ പത്രിക കൊടുത്തപ്പോഴേക്കും KM അഷ്റഫായി. AKM അഷ്റഫും KM അഷ്റഫും. അതായത് അവിടെ കെ സുരേന്ദ്രൻ ജയിച്ചാലും സാരമില്ല, അവിടുത്തെ ലീഗ് സ്ഥാനാർത്ഥി തോൽക്കണം എന്ന മട്ടിൽ അവിടെ ഒരു വിമത സ്ഥാനാർത്ഥി കൂടി ഉണ്ട്. മഞ്ചേശ്വരത്ത് ഈ പറഞ്ഞ വിമത ശല്യം അല്ല, വലിയ പോരാട്ടം നടക്കുന്ന സ്ഥലത്ത് ഇപ്പൊ വട്ടിയൂർക്കാവ് VK പ്രശാന്തിന് ഒരു അപരൻ കെ പ്രശാന്ത്. അപ്പൊ ഇനിയിപ്പോ ഈ മുന്നണി ഇപ്പൊ G സുധാകരൻ മത്സരിക്കുന്നു. അമ്പലപ്പുഴയിൽ അദ്ദേഹം വലിയ വിജയപ്രതീക്ഷയിൽ മത്സരിക്കണം. അവിടെ ഒരു സുധാകരനുണ്ട്, G ഇല്ല, വെറും സുധാകരൻ ആണ് അപരനായിട്ട് വരുന്നത്. അപ്പൊ ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളത് മുന്നണികളെ സംബന്ധിച്ച്, പാർട്ടികളെ സംബന്ധിച്ച് അവരുടെ ചിഹ്നം പറഞ്ഞ് ഇനി അവർക്ക് ചിഹ്നം മനസ്സിൽ ഉറപ്പിക്കുകയല്ലാതെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റൂ. അത് മാത്രമല്ല, ഈ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിച്ചപ്പോൾ അവിടെയും ഉണ്ടായി നമ്മുടെ തിരുവനന്തപുരംകാരൻ രാഹുൽ ഗാന്ധി, കൊച്ചാപ്പി എന്നറിയപ്പെടുന്ന രാഹുൽ ഗാന്ധി പോയി നാമനിർദ്ദേശ പത്രിക കൊടുത്തു. സ്ഥലം തിരുവനന്തപുരംകാരനല്ല, കാര്യവട്ടം കോളേജിൽ, കാര്യവട്ടം ക്യാമ്പസിൽ പഠിക്കുന്ന ആളായിരുന്നു. അച്ഛൻ പഴയ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. അതുകൊണ്ട് മൂത്ത മകന് രാജീവ് ഗാന്ധി എന്നും ഇളയ മകന് രാഹുൽ ഗാന്ധി എന്നും പേരിട്ടു. പക്ഷേ ഈ രാഹുൽ ഗാന്ധി SFIയുടെ പ്രവർത്തകനായി മാറി കാര്യവട്ടം ക്യാമ്പസിൽ വന്നിട്ട്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പോ രാഹുൽ ഗാന്ധിയുടെ പേര് രാഹുൽ ഗാന്ധി ആർക്കും അറിയില്ല. അവനെ വിളിക്കുന്നത് കൊച്ചാപ്പി എന്നാണ് വിളിക്കുന്നത്. നാടൻപാട്ടുകാരനൊക്കെയാണ്, കഴിവുള്ള കലാകാരൻ, ഗംഭീര കലാകാരനാ. ക്യാമ്പസിൽ കൊച്ചാപ്പി, നാട്ടി കൊച്ചാപ്പി, ലാസ്റ്റ് നാമനിർദ്ദേശ ഇവന്റെ പേര് രാഹുൽ ഗാന്ധി. വായുമ്പോൾ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കും രാഹുൽ ഗാന്ധി ആവും. അത് രസമുള്ള സംഭവമായിരുന്നു. പക്ഷേ കാര്യമായ ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കിയില്ല. എന്നാൽ പോലും വോട്ടിംഗ് മെഷീനിലെ പേരും ആളുടെ ചിത്രവും ഉണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ അസിതയുടെ അക്കൗണ്ടിൽ ഏതെങ്കിലും അപരയുണ്ടോ? ദിലീപേട്ടന്റെ ഒക്കെ ചില കഥകൾ കേൾക്കുമ്പോ പിന്നെ നമുക്ക് കഥകൾ പറയാൻ തോന്നുന്നു. ഞാൻ എപ്പോഴും പറയുന്നറിയോ, ഇപ്പം ദിലീപ് വരുന്നത് പെരുമണിന്നാണ്, ഒരിക്കലും ഒരു ദുരന്തമായി മാറാത്ത ആളാണ് കേട്ടോ. അപ്പോൾ ദിലീപ് ജനിച്ചു വളർന്നതും കേട്ടു വളർന്നതും ഒക്കെ സാംബശിവന്റെ കഥാപ്രസംഗമാണ്. അപ്പോൾ ഈ സാംബശിവൻ കഥ പറയുന്നതായിരുന്നല്ലോ കഥാപ്രസംഗത്തിൽ ഏറ്റവും. അദ്ദേഹത്തെ വെല്ലാൻ കിടാമംഗലം സാധനത്തിനെ പോലെ ഒരാളിനെയൊക്കെ പറയുമെങ്കിലും അത് 8-10 കഥാപാത്രങ്ങളെ ശബ്ദാനുകരണത്തിലൂടെ മിമിക് ചെയ്യാൻ അദ്ദേഹത്തിന്റെ പ്രത്യേകത ഈ കഥ നടക്കുന്നത് എന്നെപ്പോഴും അദ്ദേഹം പറയും. അപ്പോൾ ഈ കഥ നടക്കുന്നത് ശരിക്കും പെരുമണ്ണിലാണ്. അപ്പൊ അത് ദിലീപിന്റെ കയ്യിൽ കുറെ കഥകളുണ്ട്. ഈ കഥകളുടെ ഒരു അക്ഷയ കനിയാണ് ദിലീപ് കുമാർ. അപ്പൊ ഈ കഥകളൊക്കെ ഒഴുക്കി വിടൂ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്. നിരീക്ഷിക്കുമ്പോഴൊന്നും ഈ കഥ പറയാൻ പറ്റില്ല. നിരീക്ഷണത്തിന് അപ്പുറം പോകുന്ന ചില കഥകൾ. ദിലീപിന്റെ ഓർമ്മയെ നമ്മൾ വളരെ സ്നേഹത്തോടെ ഇങ്ങനെ കണ്ടു നിൽക്കുകയും ചെയ്യും. വളരെ കൃത്യമാണ്, ഷാർപ്പാണ്. ആളുകളുടെ പേര് ഒന്നിലും തെറ്റുപറ്റാറില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.